മറ്റ് സമിതിയിലെ എല്ലാ പേരെയും ശ്രദ്ധ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി സ്വാമിയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് കുട്ടികളുമായി സ്നേഹം പങ്കിടാനായിട്ട് ഞങ്ങളിവിടെ വരുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്കെല്ലാം അറിയാമായിരിക്കും അല്ലേ? സായിബാബയെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ സ്വാമിയുടെ സ്നേഹം നിങ്ങൾ അറിയിക്കാനാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സദ്യയായിട്ടാണ് വന്നിരിക്കുന്നത്, മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ആരെ കൊണ്ടുവന്നു ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സ്വാമിയുടെ സായിബാബയുടെ പിറന്നാളിന് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരാളുണ്ട്. അറിയാം? ആർക്കെങ്കിലും പേരറിയാമോ? പേരെന്തോന്നാണ്? ആർക്കറിയാം പേര്? ജോലിയാണ് കഴിഞ്ഞ വർഷം വന്നതെങ്കിൽ ഡോക്ടർ പാർത്ഥസാരഥി അവർകളാണ്. അദ്ദേഹം ഒരു സായി ഡിവോട്ടിയാണ്. അതിലുപരി എന്താ പറയുക, നിങ്ങളുടെ കുട്ടികളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വിഷഗുരൻ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ കൂടെ അദ്ദേഹം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ ഭഗവാന്റെ 99ാം ജന്മജയന്തിയാണ് നമ്മൾ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് അതിലേക്കായിട്ട് നമ്മൾ വയസ്സിലേക്കായിട്ട് നമ്മൾ 2 മഹിളാ ആൻറ്റിമാരുണ്ട്. പിന്നെ ജയശ്രീ ചേച്ചി സത്യം വയസ്സിൽ പറയൂ. ഓം ശ്രീ സായിറാം. എന്റെ പേര് ഡോക്ടർ പാർത്ഥസാരഥി. പറഞ്ഞേ. മോന്റെ പേര് പറഞ്ഞേ. പേരെന്താ? മോന്റെ പേരെന്താ? എന്താ പേര്? മോന്റെ പേര് പറയൂ. ഇവിടെ ആർക്കെല്ലാം പേര് പറയാൻ പറ്റും? പറഞ്ഞേ. പറഞ്ഞേ. വേറെ അവിടെ നിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ. നിങ്ങളുടെ പേര് പറഞ്ഞേ. പേര് പറയാൻ പറ്റുന്നവരൊക്കെ പേര് പറഞ്ഞേ നോക്കട്ടെ. പേര് പറയൂ. അടുത്ത ഇവിടെ പേര് പറയാൻ അറിയോ? ഉറക്കെ പറയൂ. ഉറക്കെ പറയൂ. ശരി ശരി. പേര് പറയൂ. അപ്പൊ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് സ്വാമിയുടെ 99ാമത്തെ ജന്മദിനത്തോടനുബന്ധമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വാമി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം മുഴുക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വാമി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിലൊന്നാണ് ആതുര സേവനം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാമിക്ക് ആശുപത്രിയുണ്ട്, ബാംഗ്ലൂരുണ്ട്, പുട്ടപർത്തിയിലുണ്ട്. അവിടെ എല്ലാം സ്വാമി ഹൃദയത്തിനുള്ള ചികിത്സയുണ്ട്, ഞരമ്പുകൾക്കുള്ള ചികിത്സയുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. അതേപോലെ അവിടെ പോയി ചെന്ന് ചികിത്സ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സ്വാമി അവരുടെ നാട്ടിലോട്ടും അവരുടെ താമസ സ്ഥലങ്ങളിലോട്ടും വിട്ട് ചികിത്സ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിരുന്നു. സാറ് പറയുകയുണ്ടായി. അപ്പം നമ്മളെല്ലാവരും ഒരേപോലത്തെ മനുഷ്യരാണ്, അല്ലയോ? ഒരുപോലെ അല്ലേ? നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും ചിന്തിക്കാനും പറയാനും ഒക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും, ഞാനും ചിലപ്പം ചില കാര്യങ്ങൾ മറന്നുപോകും, നിങ്ങളും മറന്നുപോയി. നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും സദ്യ ഉണ്ണാൻ പോവുകയാണ്. നമ്മളെല്ലാവരും നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പാൻറ്റും ഉടുപ്പും ബെൽറ്റും എല്ലാം വച്ചിരിക്കുകയാണ്, അല്ലേ? നമുക്കൊരു വ്യത്യാസവും ഇല്ല, നമ്മൾ തമ്മിൽ ഒന്നുമില്ല. പക്ഷെ വ്യത്യാസമുള്ളത് ചെറിയ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവ്, പ്രവർത്തിക്കാനുള്ള കഴിവ് കുറവ്, തിരിച്ചു പറയാനുള്ള കഴിവ് കുറവ്. അതിനെ നമ്മൾ
ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും മാറ്റാൻ പറ്റുന്നിടത്തോളം നമുക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് അതൊക്കെ മാറി വരണ്ടേ? കാരണം നിങ്ങൾ ഞങ്ങളെയൊക്കെ പോലെ എല്ലായിടത്തും ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് വരണം, കാര്യങ്ങൾ നടത്തണം, എഴുതണം, വായിക്കണം, പൈസ എണ്ണണം. ഉണ്ടോ? പൈസ എണ്ണ അറിയാമോ? അറിയാം. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇവിടുത്തെ നമ്മുടെ കൺവീനർ സാർ ഒന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏതാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് പല ജാതി അസുഖങ്ങളുണ്ട്, അതിന് സ്ഥിരമായിട്ട് ഔഷധങ്ങൾ കഴിക്കുന്നവരുണ്ട് ഇല്ലേ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷകർത്താക്കളെയും കൂടെ നമ്മളിവിടെ വരുത്തി അവരോടൊപ്പം നിങ്ങളെ കൂടെ ഇരുത്തി സംസാരിച്ച് അവരുടെ താല്പര്യപ്രകാരം നിങ്ങളുടെ എല്ലാവിധ രോഗലക്ഷണങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കേണ്ടത് അതിലേക്കുള്ള ഔഷധങ്ങളും കൂടെ തന്ന് മറ്റു പരിചരണങ്ങളും എല്ലാം കൂടി നിങ്ങളെ ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് എടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അറിയാമല്ലോ? മനസ്സ് വേണം. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് എന്ത് തോന്നുന്നു അത് നമ്മുടെ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. തലച്ചോറിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതനുസരിച്ച് നമ്മുടെ കൈയും കാലും വായും കണ്ണും മൂക്കും ചെവി എല്ലാം പ്രവർത്തിക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിൽ നല്ലവണ്ണം പഠിക്കണം, നല്ലവണ്ണം എഴുതണം, നല്ലവണ്ണം സിസ്റ്റം കമ്പ്യൂട്ടർ നോക്കണം, നല്ലവണ്ണം തുന്നണം, നല്ലവണ്ണം പാടണം, നല്ലവണ്ണം ഡാൻസ് കളിക്കണം, നല്ലവണ്ണം മൃദംഗം വായിക്കണം, നല്ലവണ്ണം പാട്ട് പാടണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ഉടനെ അത് റെക്കോർഡ് ചെയ്യും. തലച്ചോറ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യ്, കാല്, മൂക്ക്, വായ് ഇതിലൂടെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അടുത്ത മാസം മുതൽ ഇവിടെ സ്വാമിയിലൂടെ നിങ്ങൾക്ക് ഔഷധം തരും. അതാണ് നമ്മുടെ പ്രത്യേകത. ആശുപത്രി പോയി മരുന്ന് വാങ്ങും പോലെ അല്ല. ഇവിടെ സ്വാമിയുടെ കടാക്ഷത്തോടും അടങ്ങിയിരിക്കുന്ന മരുന്നുമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? സാധാരണ മരുന്ന് നമുക്ക് ആശുപത്രിയിൽ പോയാൽ കിട്ടും, നിങ്ങൾക്കെല്ലാം വാങ്ങി കഴിക്കാം. അതല്ല ഇവിടുത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സ്വാമിയിലൂടെ നിങ്ങളുടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ ഔഷധങ്ങളിലൂടെ മാറ്റുക എന്നാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞതൊക്കെ? കേട്ടോ? ആർക്കെല്ലാം മനസ്സിലായി? മനസ്സിലായവരൊക്കെ കൈവക്കിയേ. എന്റെ പേരെന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? കാണാനും ഭക്ഷണം തരാനും കാര്യം പറയാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശരീരത്തിനോ മനസ്സിനോ തലയ്ക്കോ കണ്ണിനോ മൂക്കിനോ കാലിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും കൂടെ തന്ന് നിങ്ങളെ കുറെ കൂടെ ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങൾ അടുത്ത മാസം നിങ്ങളുടെ അച്ഛനും അമ്മയും മറ്റാരാണോ നിങ്ങളുടെ വീട്ടിലെ കാരണവര് അവരെയും കൂട്ടി ഇവിടെ വന്ന് സാർ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങളെല്ലാം തന്നെ സ്വാമിയിലൂടെ നമ്മൾ ചെയ്യും. നമ്മൾ നേരിട്ട് തരുന്നതല്ല, എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാനാണ് ഇവിടെ എത്തിച്ചത് അല്ലേ? ഭഗവാൻ സത്യസായി ബാബ ഭഗവാൻ ആണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. സ്വാമിക്ക് വലിയ വലിയ ആശുപത്രികളുണ്ട്, അവിടെയൊക്കെ ഒരു പൈസയും വാങ്ങിക്കാതെ രോഗികളെ നോക്കുകയാണ്. ഹൃദയം കീറിയുള്ള ഓപ്പറേഷൻ ഉണ്ട്, ഞരമ്പുകൾക്കുള്ള ഓപ്പറേഷൻ ഉണ്ട്, അവിടെ ഒന്നും ഒരു പൈസയും ഇല്ല, ആർക്കും പോകാം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വലിയ വലിയ ആശുപത്രികളുണ്ട്. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാമിയുടെ ഭക്തരെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ കണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ദുഃഖവും സുഖവും ദുഃഖവും അല്ലേ, അതിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുക. അതാണ് നമ്മളുടെ ആവശ്യം. സുഖം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം ഇവർ തരുന്നുണ്ട്, എല്ലാം തരുന്നില്ലേ? എന്ത് വേണം പിന്നെ? അങ്ങനെയാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഒരു ദിവസം ഇവിടെ വരും. ഇവിടെ വന്ന് നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തരും. ഈ ക്യാമ്പിൽ ഇവിടുത്തെ മറ്റു ജീവനക്കാരുടെ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ആ ക്യാമ്പിലൂടെ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ വന്ന് കണ്ട് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് സ്വാമി നിയോഗിച്ചതിൽ സ്വാമിയോട് ആദ്യം എൻ്റെ കടപ്പാടുകൾ, പിന്നെ ഇവിടുത്തെ കോർഡിനേറ്റർ സാറിനോട് വളരെയധികം
കടപ്പാടുണ്ട്. വിജയകൃഷ്ണൻ സാറിനോട് വളരെയധികം കടപ്പാടുണ്ട്. സാറിൻ്റെ കൂട്ടായ്മയിൽ സാറ് ഇവിടുത്തെ എല്ലാ പേരൻസിനോടൊപ്പം സഹകരിച്ച് ഇതൊക്കെ അറേഞ്ച് ചെയ്തതിനും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് സുഗമമാക്കി തരുന്നതിനും സ്വാമി കടാക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മളെ ഡോക്ടർ സാർ പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും. എനിക്കും കൂടെ ഇവിടെ പനി വരും, ചില അസുഖങ്ങൾ വരും. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിച്ച് അസുഖം മാറ്റും. അത്ര തന്നെ അല്ലേ? അതിനാണ് ഡോക്ടർ നമ്മളെ എന്താ പറയുക. പിന്നെ എല്ലാവർക്കും ദൈവവിശ്വാസമുള്ളവരാണോ? ഉണ്ട്. ദൈവം എന്താണ്? അപ്പൊ നമ്മൾ പറയും ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. എന്തോന്നാണ്? അതുകൊണ്ട് സ്നേഹം എന്തോന്നാണ്? ദൈവമാണ് അല്ലേ? സ്നേഹം ദൈവമാണെങ്കിൽ ദൈവം സ്നേഹമല്ലേ? അല്ലേ? ഒരു പാലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി തിരിച്ചും വരണ്ടേ? ആണല്ലോ. അപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യമാണ്, സ്നേഹമാണ്. ആണല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ദൈവം അല്ലേ? ഭക്തനും ഭക്തി എന്നൊക്കെ പറഞ്ഞ എല്ലാം സ്നേഹമാണ്. ആണോ അല്ലേ? സ്വാമി പറയുന്ന അതാണ്. അതായത് നമ്മളെല്ലാം സ്നേഹപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? നമ്മളും ദൈവവും തമ്മിൽ വ്യത്യാസമില്ല. നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്, കടിക്കുന്നത് ചെയ്തല്ലേ? ഞാനും ചെയ്യാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യും. അത് പാടുണ്ടോ? പാടില്ല. വേറൊരാൾ നമ്മളെ അടിച്ചാൽ നമുക്ക് നോവൂലേ? അതുപോലെ നമ്മൾ മറ്റേ അടിച്ച ആൾക്ക് നോവൂലേ? അതുകൊണ്ട് അടിക്കാൻ പാടില്ല. അപ്പൊ അത് സ്നേഹമല്ല, അത് കോപമാണ്. ആണല്ലോ. അപ്പൊ നിങ്ങളോട് ഇനി സംവദിക്കാൻ നമ്മളെ സമിതിയിലെ മഹിളാ ആന്റിമാർ വന്നിട്ടുണ്ട്. നമ്മളെ സമിതിയുടെ മുൻ കോർഡിനേറ്റർ, അവരും 5 മിനിറ്റ് നിങ്ങളുമായിട്ട് സംവദിക്കും. നമ്മുടെ മുൻ കൺവീനർ അദ്ദേഹം. സത്യസായിബാബയെ നിങ്ങൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ടോ? സത്യസായി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരനാണ്. സ്നേഹം സഹകാര രൂപം പൂണ്ട് വന്ന ഇതാണ് ഈശ്വരൻ. നമ്മൾ ഈശ്വരനെ പടത്തിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെല്ലാം ഈശ്വരനെ നേരിട്ട് കണ്ടവരാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലേ? വളരെ നല്ലത്. ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് ഈശ്വരനെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് പാർത്ഥസാരഥി സാർ വന്നിരിക്കുന്നത്. പാർത്ഥസാരഥി സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. സ്വന്തം കയ്യിലെ പൈസ ചിലവാക്കി ഫ്രീ ആയിട്ട് മരുന്നുകളൊക്കെ കൊടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ സമിതിയിൽ അദ്ദേഹം നിരന്തരം എല്ലാ സെക്കൻഡ് സാറ്റർഡേ വരുമായിരുന്നു. പാർത്ഥസാരഥി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അറിയാമോ? പാർത്ഥൻ ആരാണ്? പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. അർജുനന്റെ തേരാളി ആരാണ്? ശ്രീകൃഷ്ണൻ. അദ്ദേഹം ഒരു ഈശ്വര തുല്യനാണ്. അതാണ് അദ്ദേഹം പാർത്ഥസാരഥി. ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മരുന്ന് തരും. നിങ്ങളൊരു പൈസ ആർക്കും കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ അവതാര പുരുഷനായ സത്യസായി ബാബയും വെള്ളം, വിദ്യ, മെഡിസിൻ ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും 3 സാധനത്തിന് പൈസ വാങ്ങിക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് കൊടുക്കണം. വേറെ നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഒരു ആശുപത്രിയിലും ഫ്രീ ആയിട്ട് കിട്ടൂല. നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ പോലും 5 രൂപ കൊടുക്കണം. 5 രൂപയെങ്കിലും മിനിമം കൊടുക്കണം. മെഡിക്കൽ കോളേജിൽ പോയാലും അതുപോലെ കൊടുക്കണം. പക്ഷേ പുട്ടാപർത്തിയിലോ വൈറ്റ് ഫീൽഡിലോ ഉള്ള ആശുപത്രിയിൽ പോയാൽ ഒരു പൈസയും കൊടുക്കണ്ട. നിങ്ങൾക്ക് മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡറിനും ഫ്രീ ആണ്. ഇത് ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയണം. ലോകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെള്ളം, വിദ്യ, വൈദ്യം, വെള്ളം, വിദ്യ, വൈദ്യ, മെഡിസിൻ, വാട്ടർ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ് നടത്തിയിരിക്കുന്നത്. പുട്ടാപർത്തിയിലും മദ്രാസിലും ഒക്കെ. മദ്രാസ് ഇപ്പോൾ ചെന്നൈയിൽ നടത്തിയിരിക്കുന്നത് കോടി രൂപയുടെ പ്രോജക്റ്റ്. LKG മുതൽ PG വരെ, PG അല്ല ഡോക്ടറേറ്റ് വരെ അവിടെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും സ്ഥാപനങ്ങൾ വളരെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചത് നമ്മുടെ ഒരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. അതിൽ സായി ഭക്തനായതിലും ഒരു അഭിമാനമായിട്ട് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാം നന്മയും ഭഗവാൻ ശ്രീ സത്യസായി ബാബ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് സായിറാം. കുറച്ച് പറയൂ. സായിരാം. ഇവിടെ എന്താണ്, ഭഗവാൻ തന്നെ ഇവിടെ വന്നിരിക്കുകയാണല്ലേ? നിങ്ങളെയൊക്കെ ചികിത്സിക്കാനായിട്ട് ഭഗവാൻ ഇപ്പം ഇവിടെ വന്നിരിക്കണണ്ട. അടുത്ത ഭഗവാന്റെ 99ാമത്തെ ജയന്തിയാണ്. ആ ജയന്തിക്ക് ഭഗവാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ നിങ്ങളെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് എന്ത് അസുഖമുണ്ടോ അതിന് ഭഗവാൻ ഇതാ ഇവിടെ ഒരു കൃഷ്ണനെ അയച്ചിരിക്കണം. പാർത്ഥസാരഥിയുടെ അർത്ഥം പറഞ്ഞൊന്നും അറിയാലോ. അപ്പം അതിതാ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് നമുക്ക് പ്രയോജനപ്പെടുത്തി
കഴിക്കണം. പിന്നെ സ്വാമിയെ പറ്റി അറിയാമല്ലോ കുറേയൊക്കെ. അറിയാം. കഴിഞ്ഞോണം കണ്ടിട്ടുണ്ടോ? ഞങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, അപ്പോൾ കഴിഞ്ഞോണേ നമ്മൾ വന്ന് നിങ്ങൾക്ക് സ്വാമിയുടെ ബർത്ത്ഡേ നമ്മളിവിടെ എല്ലാം ആഘോഷിച്ചു. നിങ്ങളുടെ പരിപാടികളെല്ലാം ഞങ്ങൾ കണ്ടു. ഇപ്പോഴും പരിപാടിയൊക്കെ ഉണ്ടോ? നിങ്ങൾ പരിപാടി നടത്തുന്നുണ്ടോ? ഇല്ലേ? ഇത്തവണ ഇല്ലേ? ആ, ഇപ്പം ഇല്ല. ഡാൻസ് ഒന്നും ഇല്ല. ആ, അതൊക്കെ പഠിച്ച് വയ്ക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പഠിച്ചൊക്കെ വച്ചേക്കണം. ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് തന്നതെല്ലാം ഞങ്ങളിതാ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. സൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അമ്മ, അച്ഛന്, അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കെല്ലാം വീട്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? അമ്മ. നിങ്ങളെ രാവിലെ എന്നും ഉണർത്തുന്നത് ആരാണ്? അമ്മ. നിങ്ങളെ കുളിപ്പിച്ച് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് ആഹാരമൊക്കെ തരുന്നത് എല്ലാം അമ്മയല്ലേ? അമ്മയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മയുടെ കാലിൽ തൊട്ട് നിങ്ങൾ തൊഴണം കേട്ടാ. അമ്മയാണ് നമ്മുടെ ഈ ഭഗവാനായിട്ട്, അമ്മയെ ദേവിയായിട്ട് കരുതി നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനുമാണ്, അല്ലെ? അച്ഛൻ ഒട്ടും മോശമല്ല. അച്ഛനാണ് പുറത്തു പോയി ചെന്ന് പൈസ എല്ലാം സമ്പാദിച്ച് കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്ത്, അമ്മ അത് നമുക്ക് എല്ലാ ആഹാരം എല്ലാം ഉണ്ടാക്കിയൊക്കെ തരും. നിങ്ങളുടെ സ്കൂളിൽ എന്തോ അമ്മ ഇഷ്ടമാണ് അല്ലേ? ആ, അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അമ്മയെ മാത്രം പോരാ, അച്ഛനെ സ്നേഹിക്കണം. അച്ഛനെയും സ്നേഹിക്കണം കേട്ടാ. ശരി. എന്നും അതുപോലെ ഇരിക്കണം. എന്നും അമ്മയെ നിങ്ങളൊന്നും പറയരുത്. അമ്മയെ ബഹുമാനിക്കണം. നിങ്ങളെ കുറച്ചുകൂടെ ഇതായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരോ തൊഴിൽ നിങ്ങളെല്ലാം പഠിച്ചില്ലേ? ബാഗ് തയ്ക്കണുണ്ട്, കമ്പ്യൂട്ടർ, അതിൽ നിന്നെല്ലാം പൈസ സമ്പാദിച്ച് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണം കേട്ടാ. അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയെ നോക്കണം, എല്ലാം ചെയ്യണം. നല്ല മിടുക്കൻ കുട്ടികളായിട്ട് നിങ്ങൾ വളർന്ന് വലുതായി നല്ല കുട്ടികളായിട്ട് വരണം. ഈ ചെറിയ അസുഖങ്ങൾ അതൊക്കെ ഉള്ളത് സാരമില്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. അതിന് നമ്മുടെ ഡോക്ടർ പറഞ്ഞില്ലേ, നിങ്ങളെ അടുത്ത മാസം വന്ന് ഡോക്ടർ കാണും. ഡോക്ടർ മരുന്ന് നിങ്ങൾക്ക് തരും. അതെല്ലാം ഡോക്ടർ പറയുന്ന രീതി അനുസരിച്ച് നിങ്ങൾ കഴിക്കണം. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവരെല്ലാം പറയണത് നിങ്ങൾ അനുസരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ കേട്ടാ. എല്ലാവരും അതെല്ലാം പഠിച്ച് ടീച്ചേഴ്സിനെ എല്ലാം നല്ല ബഹുമാനിച്ച് നല്ല കുട്ടികളായിട്ട് വളർന്ന് അമ്മയെ അച്ഛനെ നോക്കണം. നമ്മുടെ ബാബ അങ്ങനെ, സായി ബാബ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. ബാബ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മയെ അച്ഛനെ നമ്മൾ അനുസരിക്കണം, സ്നേഹിക്കണം, എല്ലാം ചെയ്യണം കേട്ടാ. നല്ല കുട്ടികൾ. കൃഷ്ണ സാർ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഇങ്ങനെ തുടങ്ങിയത് ഭയങ്കര നമുക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഇത്രയും കുട്ടികൾക്ക് ഇവിടെ സാർ ഇങ്ങനെ ഒരു അഭയം കൊടുത്തത് എന്ന് വളരെ ഒരു നല്ല, സാധാരണ എല്ലാവരും മടിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്. അത് സാറിന് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. സാറിനും സാറിന്റെ ഫാമിലിക്കും സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാം ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ. നന്നായിരിക്കണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് വളരണം കേട്ടാ. ബഹളമൊന്നും കാണിക്കരുത്. നല്ല കുട്ടികളായിട്ട് നിങ്ങൾ വളരണം. ഇപ്രാവശ്യം നിങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടാകുമെന്നാണ് കരുതിയത്. കഴിഞ്ഞ വർഷം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആണോ? എന്താണ് ഇപ്രാവശ്യം ഇല്ലാത്ത? ഉണ്ടാ? ആര് പാടുന്നത് ആരാ? ആര്? ആണോ? പാട്ട് പാടാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട് അല്ലേ? എണീക്ക്. ആരാ പാടുന്നത്? പാടൂ. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ട് കള്ളനാട്യം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ട് കള്ളനാട്യം. ഈ വന്നതും നട നിന്ന് കരഞ്ഞത് ഞാനറിയുന്നില്ലെന്ന നാട്യം. എന്നാലും ഞാനറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണി
ഉണ്ണിക്ക് ചിരനേരമുണ്ട് കള്ളനാട്യം. കാണാൻ കൊതിച്ചോടി ചെന്നാലും കണ്ണന് ചിലരോടുണ്ട് കള്ളനാട്യം. കാണാൻ കൊതിച്ചോടി ചെന്നാലും കണ്ണന് ചിലരോടുണ്ട് കള്ളനാട്യം. ഈ വഴിയും നീ മറന്നുപോയെന്ന് പരിഭവം തോന്നുന്ന കള്ളനാട്യം. എന്നാലും ഞാനറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചിരനേരമുണ്ട് കള്ളനാട്യം. അകലെ നിന്നാലും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടരികത്ത് ഓടിയെത്തും. അകലെ നിന്നാലും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടരികത്ത് ഓടിയെത്തും. നിന്നെ പിരിഞ്ഞിരിക്കും എന്നോട് മാറോടനയ്ക്കും. അന്നും ഞാൻ അറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചിരനേരമുണ്ട് കള്ളനാട്യം. ഈ വഴിയും ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചിരനേരമുണ്ട് കള്ളനാട്യം. നീ വന്നതും നട നിന്ന് കരഞ്ഞ ഞാനറിയുന്നില്ലല്ലോ എന്ന നാട്യം. എന്നാലും ഞാനറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോമന കണ്ണനാ. प्रेममयी साई माँ, ज्ञानमयी साई माँ. प्रेममयी
സായിമാ